വെണ്ണലയിൽ അമ്മയെ മകൻ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടിയെന്ന വാർത്ത. വെണ്ണല സ്വദേശി 78-കാരിയായ അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപിനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറയുന്നു. വെണ്ണല പള്ളിക്കും സ്കൂളിനും സമീപത്തുള്ള ഒരു ഹൌസിംഗ് ഏരിയയാണ് ഇത്. ഈ ഹൌസിംഗ് ഏരിയയുടെ ഏറ്റവും ഒടുവിലായി കാണുന്ന ഒരു വീടാണ് ഈ നെടിയാറ്റിലെ പ്രദീപന്റെ വീട്. പ്രദീപന്റെ അമ്മയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. പുലർച്ചെ വെണ്ണലയിലെ വീട്ടുമുറ്റത്ത് പ്രദീപ് കുഴിയെടുക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പാലാരിവട്ടം പോലീസെത്തി മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ഇതിനിടെ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലായിരുന്നു പ്രദീപെന്ന് പോലീസ് പറഞ്ഞു. പ്രമേഹ രോഗിയായ അമ്മ മരിച്ചതിനെ തുടർന്ന് താൻ മറവു ചെയ്യുകയായിരുന്നു എന്നാണ് പ്രദീപ് പോലീസിന് നൽകിയ മൊഴി. പ്രദീപ് സ്ഥിരം മദ്യപാനിയാണെന്നും പരിസരവാസികളുമായി ഇയാൾക്ക് വലിയ ബന്ധമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പോലീസുകാർ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പ്രദീപിനെ കൊണ്ട് തന്നെയാണ് മണ്ണ് മാന്തിയിട്ടാണ് എടുപ്പിച്ചത്. അയാളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവിടെ കിടത്തിയത്. അതുവരെ അയൽവാസികളൊന്നും ആരും ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വയലന്റ് ആവും. ആരും ഇങ്ങോട്ട് കയറ്റില്ല, വീട്ടിലേക്ക് കയറ്റില്ല. അങ്ങനത്തെ സ്വഭാവമാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. ടയർ റിപ്പയറിംഗ് കട നടത്തുന്ന പ്രദീപിന് ഭാര്യയും 2 മക്കളുമുണ്ട്. ഭാര്യ പ്രദീപിൽ നിന്ന് അകന്നു കഴിയുകയാണ്. സംഭവ സമയത്ത് പ്രദീപും അമ്മ അല്ലിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. പ്രദീപിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റുള്ളൂ. ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. അല്ല, ഞാൻ പോസ്റ്റ്മോർട്ടം കഴിയട്ടെ. നിലവിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുള്ളൂ. അല്ലിയുടെ മരണം എങ്ങനെ സംഭവിച്ചു, സ്വാഭാവികമായ മരണമാണോ അതോ കൊലപാതകമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും വളരെ ദുരൂഹത നിറഞ്ഞ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു വെണ്ണലയിൽ. ആ ദുരൂഹത നീക്കാനുള്ള പെടാപ്പാടിലാണ് ഇപ്പോൾ പോലീസുള്ളത്.